ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിൻ്റെ ഗണിത പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരങ്ങളോടുകൂടി അപ്പോൾ പ്രവർത്തനം 1, ഒരു സാമാന്തരികത്തിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ചോദ്യം എ, തന്നിരിക്കുന്ന അളവിൽ സാമാന്തരികം വരയ്ക്കുക. അപ്പോൾ അത് പാരലൽ ലൈൻസ്, സമാന്തര വരകൾ കൃത്യമായി 50 ഡിഗ്രി കോണളവ് കൃത്യമായി, അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്റർ അളവുകളും കൃത്യമായി വരച്ച് സാമാന്തരികം വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കുന്നതാണ്. വശങ്ങളും കോണുകളും കൃത്യമായി വരച്ച് അതോടൊപ്പം സമാന്തര വരകൾ പാരലൽ ലൈൻസും കൃത്യമായി വരച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. ചോദ്യം ബി, സാമാന്തരികത്തിൻ്റെ വലിയ കോണിൻ്റെ അളവ് എത്ര എന്നതാണ്. 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി തന്ന അളവ് അതാണ്. അപ്പോൾ ഉത്തരം നമുക്ക് 130 ഡിഗ്രി എന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഉത്തരം. ചോദ്യം സി, ഒരു സാമാന്തരികത്തിലെ 4 കോണുകളുടെ അളവുകളാവുന്നത് ഏതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി. അപ്പോൾ ചോദ്യം ബിക്ക് 1 മാർക്ക് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ചോദ്യം സിക്ക് 1 മാർക്ക്, അങ്ങനെ 5 മാർക്ക് എ ഗ്രേഡ്. പ്രവർത്തനം 2ലേക്ക് കടക്കാം. ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. 2 ഭിന്നസംഖ്യകളുടെ ഗുണനഫലം കണക്കാക്കാൻ വരച്ച ചിത്രമാണിത്. നിറം നൽകിയ ഭാഗം ഗുണനഫലത്തെ സൂചിപ്പിക്കുന്നു. ചോദ്യം എ, ഗുണനഫലത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്. അപ്പോൾ നമുക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവും, ആകെ 20 കളങ്ങളാണുള്ളത്. അപ്പോൾ 1/20, 1/20 എന്നതാണ് ഉത്തരം, 1 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ബി ക്വസ്റ്റ്യൻ. ഏത് 2 ഭിന്നസംഖ്യകളുടെ ഗുണനഫലമാണ് ചിത്രത്തിലൂടെ കണ്ടെത്തിയത്. ഉത്തരം 1/4, 1/5, 4 5. ചോദ്യം സി, 1/4 ഗുണിക്കണം 1/3 ചിത്രം വരച്ച് സൂചിപ്പിക്കുക, ഗുണനഫലം എഴുതുക. ഉത്തരം 1/12 ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ അത് 12 കളങ്ങൾ വരുന്ന രീതിയിൽ നെടുകനെയും വിലങ്ങനെയും വരകൾ വരച്ച് നമ്മൾ ചിത്രം ആദ്യം വരയ്ക്കണം. തുടർന്ന് 1/12 ഭാഗത്തിന് കളർ കൊടുക്കുകയും വേണം, ഒരു കോളത്തിന് കളർ കൊടുക്കുകയും വേണം. 1/12 അടയാളപ്പെടുത്തുന്ന രീതിയിൽ ചിത്രം വരയ്ക്കുന്നതിന് 1 മാർക്കും 1/12 എന്ന് എഴുതുന്നതിന് 1 മാർക്കുമാണ്. ചോദ്യം ഡി, താഴെ തന്നിരിക്കുന്നവയിൽ ഗുണനഫലം 1നേക്കാൾ വലുത് ഏതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്, അങ്ങനെ 5 മാർക്കാണ് ഈ പ്രവർത്തനം 2ന്. പ്രവർത്തനം 3, അനുവിന് 8 വയസ്സും ആശയ്ക്ക് 12 വയസ്സും അവരുടെ അമ്മയ്ക്ക് 40 വയസ്സുമുണ്ട്. ചോദ്യം എ, അനുവിൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങാണ് അമ്മയുടെ വയസ്സ്. ഉത്തരം 5 മടങ്ങ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ബി, അമ്മയുടെ വയസ്സിൻ്റെ എത്ര ഭാഗമാണ് അനുവിൻ്റെ വയസ്സ്. ഉത്തരം 1/5, 5 എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം സി, അനുവിൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങാണ് ആശയുടെ വയസ്സ്. 1/2 എന്നോ 3/2 എന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. മിശ്രഭിന്നം 1/2 അല്ലെങ്കിൽ 3/2 എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം ഡി, ആശയുടെ വയസ്സിൻ്റെ 1/2 മടങ്ങാണ് അച്ഛൻ്റെ വയസ്സ് എങ്കിൽ അച്ഛൻ്റെ വയസ്സിൻ്റെ എത്ര ഭാഗമാണ് ആശയുടെ വയസ്സ്. 7/2, 2/7 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം ഇ, ഒരു സംഖ്യയുടെ 5/3 ഭാഗം 60 ആണ്. ആ സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉത്തരം ഡി ആണ് ശരിയായി വരുന്നത്, എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. പ്രവർത്തനം 4, ചോദ്യം എ, ത്രികോണം XYZ-ൽ YZ = 6 സെൻറ്റിമീറ്റർ, ആംഗിൾ Y = 65 ഡിഗ്രി, ആംഗിൾ Z = 55 ഡിഗ്രി. ഡ്രോ ദ ട്രയാങ്കിൾ. തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരയ്ക്കുക എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ YZ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്കും
ആംഗിൾ വൈ 65 ഡിഗ്രിയായി വരച്ചിട്ടുണ്ടെങ്കിലും 1 മാർക്കും, ആംഗിൾ സെഡ് 55 ഡിഗ്രി ട്രയാങ്കിളിൽ വരച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്കും. അങ്ങനെ 3 മാർക്കാണ് ഈ ത്രികോണം വരയ്ക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുക. ചോദ്യം ബി. ഈ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം ഏതാണെന്ന് അളന്നു നോക്കാതെ എഴുതുക. ഉത്തരം എക്സ് സെഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം സി. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ ആകാവുന്നത് ഏതാണ്? ഓപ്ഷൻ ബി 80 ഡിഗ്രി, 50 ഡിഗ്രി, 50 ഡിഗ്രി എന്നതാണ് ശരിയായ ഉത്തരം. നമുക്ക് കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന അളവുകൾ 3 കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ 1 മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. 3 അളവുകളും കൂട്ടിയാൽ 180 ഡിഗ്രി എന്ന് ലഭിച്ചാൽ അതായിരിക്കും ശരിയായ ഉത്തരം. പ്രവർത്തനം 5ലേക്ക് കടക്കാം. ചോദ്യം എ. 4 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയായ ഒരു കാർഡിൻ്റെ പരപ്പളവ് എത്ര? കാർഡിൻ്റെ ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമായി വരുന്നത് 9/2 ഇൻറ്റു 9/2 എന്നതാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന അളവ് മിശ്രഭിന്ന രൂപത്തിലാണ്. അതിനെ നമ്മൾ രൂപമാറ്റം വരുത്തുന്നതാണ് 9/2 എന്നത്. അതായത് 4 ഗുണിക്കണം 2 8, 8 + 1 9, 9/2 അങ്ങനെയാണ് നമുക്ക് 9/2 എന്ന് ലഭിക്കുന്നത്. ചോദ്യം അതിനുശേഷം 81/4 അല്ലെങ്കിൽ 21/4 എന്ന അതിൻ്റെ ഉത്തരമായി നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 81/4 അല്ലെങ്കിൽ മിശ്രഭിന്ന രൂപം 21/4 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെ 2 മാർക്കാണ് ചോദ്യം എക്ക്. ചോദ്യം ബി. അതിൻ്റെ ഒരു വശത്തു നിന്നും 1/2 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു ചതുരം മുറിച്ചു മാറ്റി. ആ ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര? ഉത്തരം 4 1/2 ഗുണിക്കണം 1/2 സമം 2 1/4 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. 4 1/2 ഗുണിക്കണം 1/2 = 2 1/4 എന്ന മിശ്രഭിന്നം ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം സി. ബാക്കി ഭാഗം ഒരേ വലിപ്പമുള്ള 2 ചതുരങ്ങളാക്കി. ഇതിൽ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? 4 1/2 ഗുണിക്കണം 2 സമം 9 എന്ന് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ഉത്തരം 9. ചോദ്യം ഡി. 3 1/2 ഗുണിക്കണം 5 തുല്യമായത് ഏത്? ഓപ്ഷൻ എ 7ൻ്റെ പകുതിയുടെ 5 മടങ്ങ് എന്നതാണ് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ചോദ്യം എക്ക് 2 മാർക്ക്, ഓപ്ഷൻ ബി സി ഡിക്ക് ചോദ്യം ബി സി ഡിക്ക് ഓരോ മാർക്ക് വീതം. അങ്ങനെ ആകെ 5 മാർക്ക്. പ്രവർത്തനം 6. ചോദ്യം എ. 3 മീറ്റർ നീളമുള്ള ഒരു റിബൺ 4/3 മീറ്റർ നീളമുള്ള കഷണങ്ങളാക്കിയാൽ എത്ര കഷണങ്ങൾ ഉണ്ടാകും? ഉത്തരം 3 ഗുണിക്കണം 3/4 സമം 4 എന്ന ഉത്തരം കണ്ടെത്തിയാൽ 4 എന്ന ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുന്നതാണ്. ഉത്തരം 4 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം ബി. 23 1/3 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു ചതുരത്തിൻ്റെ വീതി 3 1/3 മീറ്ററാണ്. അതിൻ്റെ നീളം എത്ര? ഉത്തരം 70/3 ഡിവൈഡഡ് ബൈ 10/3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. തുടർന്ന് 70/3 ഗുണിക്കണം 3/10 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. 7 എന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. 70/3 ഗുണിക്കണം 3/10 എന്നെഴുതി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും
നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്, 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നുകൂടി പറയാം, 70/3 ഡിവൈഡഡ് ബൈ 10/3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് ലഭിക്കുന്നതാണ്. തുടർന്ന് അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതുകയാണ്. 70/3 ഗുണിക്കണം 3/10 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഉത്തരം 7 എന്ന് കണ്ടെത്തി ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെ ആകെ മൊത്തം 3 മാർക്കാണ്. വേറൊരു രീതിയിൽ കൂടി നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ലഭിക്കുന്നതാണ്. 70/3 ഗുണിക്കണം 3/10 എന്ന് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് വന്ന് ഉത്തരം 7 എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒന്നിന് തുല്യമല്ലാത്തത് ഏത്? ഒന്നിന് തുല്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി 1/3 × 3/5 എന്നതാണ്. ചോദ്യം എയ്ക്ക് 1 മാർക്ക്, ചോദ്യം ബിക്ക് 3 മാർക്ക്, ചോദ്യം ഡിക്ക് 1 മാർക്ക്. അങ്ങനെ ആകെ 5 മാർക്ക് എ ഗ്രേഡ്. 4 മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ ബി ഗ്രേഡ്, 3 മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ സി ഗ്രേഡ്, 2 മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ ഡി ഗ്രേഡ്, 1 മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ ഇ ഗ്രേഡ്. അങ്ങനെയാണ് ഓരോ പ്രവർത്തനത്തിനും ഗ്രേഡ് നിർണ്ണയിക്കപ്പെടുന്നത്. പ്രവർത്തനം 7ലേക്ക് കടക്കാം. ഒരു ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ചോദ്യം എ. ചിത്രത്തിൽ എക്സ്, വൈ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണുകളുടെ അളവുകൾ കണ്ടെത്തി എഴുതുക. അപ്പം എക്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 140 ഡിഗ്രി തന്നെയാണ്. എക്സ് = 140 ഡിഗ്രി. വൈ കണ്ടുപിടിക്കുന്നത് 180 ഡിഗ്രി - 70 ചെയ്താൽ നമുക്ക് 110 ഡിഗ്രി എന്ന ഉത്തരം ലഭിക്കുന്നതാണ്. 110 ഡിഗ്രി എന്നതാണ് വൈ എന്നത്. വൈ = 110 ഡിഗ്രി, 110 ഡിഗ്രി. ചോദ്യം ബി. നമുക്കൊരു ചിത്രം നൽകിയിട്ടുണ്ട്. ചിത്രത്തിൽ മുകളിലത്തെയും താഴത്തെയും വരകൾ സമാന്തരങ്ങളാണ്. ത്രികോണത്തിലെ 3 കോണുകളുടെയും അളവുകൾ കണ്ടെത്തി എഴുതുക. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ആംഗിൾ CDE = 50 ഡിഗ്രി എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ആംഗിൾ DCE = 50 ഡിഗ്രി. ആംഗിൾ CED = 80 ഡിഗ്രി. ആംഗിൾ CDE = 50 ഡിഗ്രി. ആംഗിൾ DCE = 50 ഡിഗ്രി. ആംഗിൾ CED = 80 ഡിഗ്രി. അങ്ങനെ ഇത് 3 എഴുതുന്നതിന് 3 മാർക്കാണ്. ചോദ്യം എയിൽ എക്സും വൈയും കണ്ടെത്തി എഴുതുന്നതിന് 1 മാർക്ക് വീതം. അങ്ങനെ ആകെ 2 മാർക്ക്. 2, 3, 5 മാർക്ക് പ്രവർത്തനം 7-ന്. പ്രവർത്തനം 8ലേക്ക് കടക്കാം. ഒരു ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ചോദ്യം എ ഇതാണ്. ഈ ചിത്രം ഇതേ അളവിൽ വരയ്ക്കുക. അനുയോജ്യമായ രീതിയിൽ ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക എന്നതാണ്. അപ്പോൾ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ 3 വശങ്ങളും 6 സെൻറ്റിമീറ്ററാണ്, 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിനകത്ത് തന്നിരിക്കുന്ന രീതിയിൽ ആ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. 3 വശങ്ങളും 6 സെൻറ്റിമീറ്റർ വീതമുള്ള ത്രികോണം വരയ്ക്കുന്നതിന് 1 മാർക്ക്. അതുപോലെ ഓരോ വശത്തെയും 3 തുല്യ ഭാഗങ്ങളാക്കി അടയാളപ്പെടുത്തുന്നതിന് 1 മാർക്ക്. പിന്നെ ത്രികോണത്തിൽ ആ പാറ്റേൺ, തന്നിരിക്കുന്ന പാറ്റേൺ വരച്ചു ചേർക്കുന്നതിന് 1 മാർക്ക്. അനുയോജ്യമായ രീതിയിൽ നിറം നൽകുന്നതിന്, ഇതൊരു ആകർഷകമായ രീതിയിൽ അനുയോജ്യമായി നിറം നൽകുന്നതിന് 2 മാർക്കുമാണ് ലഭിക്കുക. അപ്പോൾ ഇത് പറഞ്ഞ 4 കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടോട്ടൽ 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യപേപ്പർ വിശകലനം കഴിഞ്ഞു. 8 പ്രവർത്തനങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ 6 പ്രവർത്തനങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയാകും. ഇനി 8 പ്രവർത്തനങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 6 പ്രവർത്തനങ്ങളുടെ മാർക്ക് കൂട്ടിയിട്ട് 30 മാർക്കിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ സ്കോർ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് 30-ൽ എത്ര മാർക്ക് ലഭിക്കും എന്നത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ഓർക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.